ശ്രീകൃഷ്ണ ജ്യോതിഷാലയത്തേക്ക് സ്വാഗതം. മാർച്ച് മാസത്തെ ഫലമാണ് ഇവിടെ പറയുന്നത്. മാർച്ച് മാസത്തിൽ മകീരത്തിൻ്റെ അവസാനത്തെ പകുതി ഭാഗവും തിരുവാതിരയും പൂർണ്ണർത്ഥത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗവും കൂടി ചേരുന്ന മിഥുന കൂറ് അല്ലെങ്കിൽ മിഥുന രാശിക്കാർക്കാണ് പറയുന്നത്. മിഥുന രാശിക്കാർക്ക് ഇപ്പോൾ ജന്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ചൊവ്വയാണ്. അതായത് ചാരവസാൽ 6ാം ഭാവാധിപനും 11ാം ഭാവാധിപനുമാണ് ചൊവ്വ. ജന്മത്തിൽ പാപകരമാണ്. 4ാം ഇടത്തിൽ കേതുവാണ്. അതുപോലെ തന്നെ 9ാം ഭാവത്തിൽ നിൽക്കുന്നത് ശനിയാണ്. അതുപോലെ തന്നെ അഷ്ടമത്തിൽ സൂര്യൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 10ാം ഭാവത്തിൽ ശുക്രൻ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കാരണം കൊണ്ട് വ്യാഴം 12ലാണ്. അത് കാരണം ചെലവ് സംബന്ധമായിട്ടുള്ള സംരംഭം എന്ന് പറഞ്ഞാൽ തൊഴിലിൽ അല്ലെങ്കിൽ ഇരിക്കുന്ന ഭവനത്തിൽ നിന്ന് സ്ഥാനഭംശം വരാതെ ശ്രദ്ധിക്കാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണുന്നുണ്ട്. ചിലപ്പോൾ തൊഴിലെല്ലാം വേണ്ടാന്ന് വയ്ക്കുവാനുള്ള തോന്നലുകളുണ്ടാവും. അത് കാരണം കർമ്മസ്ഥാനത്തിൽ ശുക്രനാണ് 10ൽ തൊഴിൽ സ്ഥാനത്ത് 10ൽ ഉച്ചസ്ഥാനത്തുള്ള ശുക്രനായ കാരണം വളരെ സൂക്ഷ്മത കൈവരിക്കണം. അതുപോലെ തന്നെ സ്ഥാനഭ്രംശം പറഞ്ഞ തൊഴിൽ നഷ്ടപ്പെടുക അല്ലെങ്കിൽ ഇരിക്കുന്ന തൊഴിൽ നിന്ന് വേറെ സ്ഥലത്തേക്ക് നമ്മൾക്ക് ഇഷ്ടമില്ലാത്ത സ്ഥലത്തേക്ക് മാറ്റം കിട്ടുക. അതിൽ പ്രധാനമായിട്ടും വഹിക്കുന്നത് ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ആളുകൾക്കാണ്. ഗവൺമെൻറ് ഗവൺമെൻറ് സംബന്ധമായിട്ട് പറഞ്ഞാൽ എല്ലാ മേഖലയിലും പെട്ടിരിക്കുന്ന ഗവൺമെൻറ് അതിൽ കൂടുതൽ വ്യാപിക്കുന്നത് സേനാധിപത്യം വഹിക്കുന്ന പോലീസ് മേധാവികൾ, പോലീസ് ഉദ്യോഗസ്ഥന്മാർ, നാവികസേന, വ്യോമസേന, കരസേന എന്നീ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നവർക്കെല്ലാം ജന്മത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചൊവ്വയാണ്. അത് കാരണം കൊണ്ട് ദേഹ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ രക്തദൂഷ്യ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുവാനുള്ള മാർഗം നോക്കണം. അത് കാരണം ലാബ് ടെസ്റ്റ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം. പ്രഷർ, അതായത് BP ഒന്നിട്ട് കൂടാതെ ശ്രദ്ധിക്കണം. അതിനിടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ കിഡ്നി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, വാർദ്ധക്യ സംബന്ധമായിട്ട് 50 വയസ്സിനുള്ളിൽ ക്രിയേറ്റീവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ ലിവർ ഫങ്ഷൻ സംബന്ധമായിട്ട്, അങ്ങനെ രക്തസംബന്ധമായിട്ട് ദൂഷ്യ സംബന്ധമായിട്ടുള്ള ദോഷങ്ങളെ പരിഹരിച്ച് കൊണ്ടുപോകണം. ഭാഗ്യശനി പോക്കാണ്. അത് കാരണം ഭാഗ്യവശാൽ ധനം വന്ന് ചേരുവാനുള്ള സാധ്യത കാണുന്നുണ്ട്. 12ൽ വ്യാഴനാണെങ്കിലും ഭാഗ്യവശാൽ ഏതെങ്കിലും ഒരു ലെവലിൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ഒരു മുതലാളിത്തോ അല്ലെങ്കിൽ ഓണർഷിപ്പുകാരത്തോ കൊണ്ട് ചേർക്കേണ്ട ഒരു സമയമാണ്. നമ്മളെ ഒരു സ്ഥലത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ദൗത്യമാണ് ശനിക്കുള്ളത്. അതായത് 9ാം ഭാവത്തിൽ ഭാഗ്യസ്ഥാനത്തിൽ ഇതുവരെ ഏകദേശം 2 വർഷം 4 മാസമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ശനിയുടെ അഭാവം തള്ളിക്കളയാൻ പറ്റില്ല. അയാൾ എന്തെങ്കിലും ഉപകാരം ചെയ്തിട്ടേ പോവുകയുള്ളൂ എന്നാണ് ചുരുക്കത്തിൽ പറഞ്ഞു വരുന്നത്. അത് കാരണം കൊണ്ട് തന്നെ ശിവനിങ്കൻ അഷ്ടമത്തിൽ സൂര്യൻ മാർച്ച് 15 നവമത്തിൽ 9ാം ഭാവത്തിൽ സൂര്യൻ വരുന്നുണ്ട്. ആ സൂര്യൻ വരുന്നതോടുകൂടിയിട്ട് നിങ്ങൾക്ക് ഈ ദോഷവശങ്ങൾ, ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള ദോഷവശങ്ങൾ ഉണ്ടാവും. ആ ദോഷവശങ്ങൾ ഒഴിവാക്കാനായിട്ട് തീർച്ചയായിട്ടും ചെയ്യേണ്ട വഴിപാട് ശിവനിങ്കൽ ഇളനീർ ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, കൂവളമാല, മുൻവിളക്ക്, അതായത് പിൻവിളക്ക്, അതായത് മുൻവിളക്കാണെങ്കിൽ നെയ്വിളക്ക് സമർപ്പിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. പിൻവിളക്കാണെങ്കിൽ ശിവനിങ്കിൽ പിന്നിൽ കത്തുന്ന വിളക്കിലേക്കുള്ള എണ്ണ വിളക്ക് എന്ന് പറഞ്ഞു വേണം ചീട്ടാക്കണമെങ്കിൽ. അങ്ങനെ എണ്ണ വിളക്ക് കൊടുക്കുന്നതുകൊണ്ട് വളരെ ഉത്തമമാണ്. ശിവനെ പിൻവിളക്ക് ബാക്കിൽ കൊണ്ട് വിളക്ക് കൊത്തിക്കുന്നതിൽ യാതൊരുവിധ ഇതുമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ബാക്ക് ശ്രദ്ധിക്കാത്ത ആളാണ് ശിവൻ. പിന്നിൽ മറ്റുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കാത്ത ആളാണ് ശിവൻ. സൂര്യനാണ് ശിവൻ്റെ കാരകത്വം വഹിക്കുന്ന ആൾ. അത് കാരണം കൊണ്ട് തന്നെയാണ് പറഞ്ഞത് ശിവഭക്തി നല്ലതാണ്. ശിവക്ഷേത്ര ദർശനം എല്ലാ ഞായറാഴ്ച, തിങ്കളാഴ്ച ദിവസങ്ങളിൽ സൂര്യൻ സൺഡേ എന്നാണ് പറഞ്ഞത്. ഞായറാഴ്ച, തിങ്കളാഴ്ച ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനത്തോടൊപ്പം ഈ വഴിപാടും ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. അതിൽ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള മേഖലയിൽപ്പെട്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അത് ചെയ്യുന്നതും സേനാധിപത്യം വഹിക്കുന്നവർക്ക് ചെയ്യുന്നതും വളരെ ഉത്തമമായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ വളരെ കേന്ദ്രീകരിക്കണം. അതുപോലെ തന്നെ ലവ് മാരേജ് അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം ഇടപെട്ടിരിക്കുന്നവർക്കെല്ലാം അരസി പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ വിവാഹ ബന്ധങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ള അവർക്കെല്ലാം എന്തെങ്കിലും വാക്കിൻ്റെ സംബന്ധമായിട്ട് വിവാഹം വേർപിരിഞ്ഞു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് കാരണം വ്യാഴപ്രീതി വരുത്തുന്നത് ഉത്തമമായിരിക്കും എന്നാണ് പറഞ്ഞത്. വ്യാഴപ്രീതി കാരണം മഹാവിഷ്ണു പ്രീതി, മഹാവിഷ്ണു ആണെങ്കിൽ ശ്രീകൃഷ്ണനാണെങ്കിലും ശ്രീരാമനാണെങ്കിലും അങ്ങനെ വിഷ്ണു അവതാര പുരുഷനായിട്ടുള്ള
ഏതെങ്കിലും ക്ഷേത്രത്തിൽ അതിൻ്റേതായിട്ടുള്ള പരിഹാര പൂജകളും മറ്റുള്ളതും ചെയ്യുന്നത് ഉത്തമമായിട്ടാണ് കാണുന്നത്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പിണങ്ങി കഴിയാതെ നോക്കേണ്ട ആവശ്യമുണ്ട്. സന്താനങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യം തീർച്ചയായിട്ടും ഉണ്ട്. സന്താനകാരകനായിട്ടുള്ള ഗ്രഹം 12-ാം ഭാവത്തിൽ നിൽക്കുന്നതാണ്. സന്താനങ്ങൾ ചിലപ്പോൾ വീട് വിട്ട് ഇറങ്ങിപ്പോകാനും, ചിലപ്പോൾ കുടുംബത്തിൽ പുതിയ കല്യാണങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർ വന്നിട്ട് കുടുംബമായിട്ട് തെറ്റിപ്പിരിഞ്ഞ് അച്ഛനമാരോ അമ്മമാരോടോ തെറ്റിപ്പിരിഞ്ഞ് വീട്ടിൽ നിന്ന് ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാനുള്ള സാധ്യതകളെല്ലാം കൂടുതലായി കാണുന്നുണ്ട്. അതൊക്കെ അവരോട് ശ്രദ്ധയോട് പെരുമാറുന്നത് മൂലം കുറച്ചുകൊണ്ട്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാർക്കുള്ള സന്താനങ്ങളെ പറ്റി പറയാം, അല്ലെങ്കിൽ സന്താനങ്ങൾക്കുള്ള ദോഷങ്ങളല്ല, ഈ പറഞ്ഞിരിക്കുന്ന അവർക്കുള്ള ദോഷങ്ങളെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കർമ്മസ്ഥാനം വളരെ ശ്രദ്ധിക്കണം. കർമ്മസ്ഥാനത്ത് ശുക്രനാണ് വെള്ളിയാഴ്ച ലളിത സഹസ്രനാമ ജപം ഒരു 20 മിനിറ്റ് നേരം ജപിക്കുകയാണെങ്കിൽ വളരെ ഉത്തമമായിരിക്കും. അല്ലെങ്കിൽ ശുക്രൻ്റെ സ്വസ്ത്രം അറിയുന്നവരാണെങ്കിൽ ആ ജപം നടത്തുന്നതും വളരെ ഉത്തമമായിരിക്കും. അല്ലാത്ത പക്ഷം വെള്ളിയാഴ്ച സഹസ്രനാമ അർച്ചനയ്ക്കും വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യുന്നതും വളരെ ഉത്തമമായിരിക്കും. ലക്ഷ്മി ദേവിയാണ് ശരിക്കുമുള്ളത്. വ്യാഴക്ഷേത്രത്തിൽ നിൽക്കുന്ന രാഹുവിനോടൊപ്പം നിൽക്കുന്നതാണ് കാണുന്നത്. അത് കാരണം കൊണ്ട് ഭഗവതിക്ക് വളരെ പ്രീതി ചെയ്യുന്നത് വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. അത് കാരണം ഭഗവതിക്ക് കർമ്മഫലം ഒഴിവാക്കാനായിട്ട് ലളിത സഹസ്രനാമ ജപവും ക്ഷേത്ര അർച്ചനയും ക്ഷേത്ര ദർശനവും വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ സംബന്ധമായിട്ട്, അതായത് സംബന്ധമായിട്ട് അഷ്ടമ സംബന്ധമായിട്ട് രോഗസംബന്ധമായിട്ട് രോഗകാരകനായിട്ടുള്ള ഗ്രഹം 9-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അത് കാരണം അഷ്ടമ സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾക്കെല്ലാം പരിഹാരമുണ്ട് തന്നെ പറയാം. ആപത്തുകൾ വരാതെ ഒന്നും നോക്കാനുള്ള ജാതകത്തിൽ വല്ല ദോഷങ്ങളുണ്ടെങ്കിൽ അതിനെ പരിഹരിച്ച് കഴിയേണ്ട ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ ഗവൺമെൻറ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കണം. രാഷ്ട്രീയക്കാരും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. ചാരവസായ അത്രയ്ക്ക് സൂര്യൻ ചാരവസായ നടന്നുകൊണ്ടിരിക്കുന്ന സമയം നല്ലതല്ല എന്നാണ് പറയുന്നത്. ഭാഗ്യവശാൽ 9-ാം ഭാവത്തിലുള്ള വ്യാഴം ശനി ഉപകാരപ്രദനാണ്, അതിൽ യാതൊരു സംശയമില്ല. അത് കാരണം കൊണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾ മറ്റുള്ള കാര്യങ്ങളിലെല്ലാം കുറച്ചൊരു വിട്ടുവീഴ്ച അസുഖങ്ങൾ ഉള്ളവരാണെങ്കിലും സാന്ദ്രതയുണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ സേനാധിപത്യം വഹിക്കുന്നവർ ജന്മത്തിൽ ചൊവ്വ നടക്കുന്നുകൊണ്ടിരിക്കുന്ന ഭഗവത് സേവ നടത്തുന്നത്. എന്താ ഈ പരിഹാരങ്ങളെല്ലാം ഈ ഇത്രയും പരിഹാരങ്ങൾ ചെയ്യണമെന്ന് ആലോചിച്ചിട്ട് കാര്യമില്ല. ആ പരിഹാരത്തിനെല്ലാം നമ്മൾക്ക് അതിൻ്റേതായിട്ടുള്ള ഫലസിദ്ധി ഉണ്ടാവുന്നതാണ്. ജ്യോതിഷ പ്രകാരമാണെങ്കിലും ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിലും ഈ ചിന്ത ഈ പരിഹാരങ്ങൾ നടത്തി ആണെങ്കിൽ വളരെ ഉത്തമമായിട്ടാണ് കാണുന്നത്. ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് ജപം, ഭഗവതി ജപം നടത്തുന്നത് ഉത്തമമായിട്ടാണ് കാണുന്നത്. മഹാദേവൻ്റെയും മഹാവിഷ്ണുവിൻ്റെയും സ്വാസ്ത്രങ്ങളും ഉരുവിടുന്നതും നന്നായിരിക്കും. അതുപോലെ തന്നെ ഭവന സംബന്ധമായിട്ടുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർ അവർക്ക് ജോലി സംബന്ധമായിട്ട് അതായത് ഭൂമി സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നവർ ഇഷ്ടമായിട്ടുള്ള ആൾക്കാരാണ്. ഭൂമി സംബന്ധമായിട്ടുള്ള കല്ല്, ഈ ഭൂമിയിലുള്ള മണ്ണ് സംബന്ധമായിട്ടുള്ള മണ്ണ് പറയുമ്പോൾ അതിൽ പറ്റിക്കുന്ന എല്ലാവർക്കും സംബന്ധമായിട്ടുള്ള ജോലി ചെയ്തേ പറ്റുള്ളൂ. പക്ഷേ നിർത്തിവെക്കാൻ പറ്റില്ല. പക്ഷേ അത് കാരണമുണ്ട് അതിനുള്ള പരിഹാരങ്ങളെല്ലാം ചെയ്തതിന് ശേഷം പ്രവർത്തനം ആരംഭിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. ജോലി ചെയ്യുന്നവർക്കും ഭവന നിർമ്മാണം തുടങ്ങുന്നവർക്കും അവർക്ക് ഈ പരിഹാരം ചെയ്യുന്നതിൽ ജാതകത്തിൽ ഉത്തമമായിട്ടുള്ള ദശാകാലങ്ങളിൽ യാതൊരു സംശയമില്ലാതെ ഭവന നിർമ്മാണം നിങ്ങൾക്ക് തുടങ്ങാവുന്നതാണ്. യാതൊരു സംശയമില്ലാത്ത കാര്യങ്ങളാണ്. പൂർവിക സംബന്ധമായിട്ടുള്ള മെമ്മറി സംബന്ധമായിട്ടുള്ള മെമ്മറി ആളുകളാണ് ഉത്തമമായിട്ടാണ് കാണുന്നത്. അതുപോലെ പ്രവർത്തനങ്ങൾ പെരുമാറുകയും ചെയ്തത് ശാസ്ത്ര പരിഹാരം എന്നാണ് പറയുന്നത്. ഭക്തമായിട്ടുള്ള കാര്യം ശാസ്ത്ര പരിഹാരം എന്നാണ് പറയുന്നത്. കർമ്മ മേഖലയാണ് ലാഭസ്ഥാനാധിപനും 11-ാം ഭാവത്തിൽ അധികമായിട്ട് ചൊവ്വ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തിരവാടി ക്ഷേത്രം സംബന്ധമായിട്ട് അച്ഛൻ നടത്തുന്നതുമായിട്ട് കാണുന്നത്. അതുപോലെ രോഗസ്ഥാനാധിപനും ചൊവ്വ ഏകദേശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുള്ളവരെല്ലാം സ്ഥിരമായി മരുന്ന് നോക്കാതെ കഴിച്ചുകൊണ്ടിരിക്കുക. ഇത് കാരണം ഇതിൻ്റെ വളരെ ഉത്തമമായിട്ടൊരു മാസം തന്നെയാണ് ഈ പരിഹാരം ചെയ്ത് കഴിഞ്ഞാൽ രോഗങ്ങളൊന്നും ചെയ്യാൻ ഉത്തമമായിട്ടുള്ള സംഭവമാണ്.